വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, അമലുകൾ സ്വഹീഹാകുന്നത് നിയ്യത്ത് കൊണ്ട് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ അമലിൽ പ്രധാനമായിട്ട് അള്ളാഹു നോക്കുന്നത് നിയ്യത്ത് എങ്ങനെയാണ് എന്ന. നിങ്ങളെ പരലോകത്ത് അല്ലാഹു തആല പുനർജനിപ്പിക്കുന്നതും നിങ്ങളുടെ നിയ്യത്ത് അനുസരിച്ചായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ പ്രമുഖരായ ആളാണ് സൽമാനുൽ ഫാരിസി. പേർഷ്യക്കാരനായ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് ഖന്തക്ക് യുദ്ധം നടക്കുമ്പോൾ ഈ രൂപത്തിലുള്ള യുദ്ധത്തിന് കിടങ്ങ് കുഴിക്കലാണ് പേർഷ്യൻ യുദ്ധമുറ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവരം കൊടുത്തത് സൽമാനുൽ ഫാരിസിയാണ്. പറഞ്ഞു വരുന്നത്, ഈ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖല റജുലുൻ അൽ ജന്നത ഫീ ദുബാബിൻ വ ദഖല ആഖറു അന്നാറ ഫീ ദുബാബിൻ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടന്നത് ഈച്ച കാരണമാണ്, മറ്റൊരു മനുഷ്യൻ നരകത്തിൽ കടന്നതും ഈച്ച കാരണമാണ് എന്ന്. ഒരു ഈച്ച കാരണം ഒരാൾ നരകത്തിൽ പോയി, ഒരു ഈച്ച കാരണം ഒരാൾ സ്വർഗത്തിലും പോയി. എങ്ങനെ 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 ഈച്ച കാരണം ഒരാൾ നരകത്തിലും ഈച്ച കാരണം ഒരാൾ സ്വർഗത്തിലും പോയത്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ മുൻഗാമികളിൽപ്പെട്ട രണ്ടു പേർ. ഈ സൽമാനുൽ ഫാരിസി ഒക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയതാണ് ഈ പറയാ. നിങ്ങളെ മുൻഗാമികളിൽപ്പെട്ട രണ്ടു പേര്, അവര് നടക്കുകയാണ്. പോകുന്ന സമയത്ത് വിഗ്രഹത്തെ കണ്ടു. ആ വിഗ്രഹത്തെ ആരാധിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോ ആരാധിക്കുന്ന ആളുകള് ഇവരെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതേ പോകല്ലേ, ഇതേ പോകുമ്പോ വിഗ്രഹത്തിന് കുർബാന അർപ്പിക്കണം. കരിബ് കുർബാനൻ, ഒരു കുർബാന കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, കരിബ് വലവ് ദുബാബ, ഒരു ഈച്ചയാണെങ്കിലും നീ കുർബാന നടത്തണം എന്ന്. അങ്ങനെ അയാൾ ഒരു ഈച്ചയെ പിടിച്ചു, ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ച ഈ വിഗ്രഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈച്ചയെ കൊന്നു. അതാണ് അയാൾ ചെയ്തത്. മറ്റാളെ പിടിച്ച് അയാളോട് പറഞ്ഞു, നിങ്ങൾ വിഗ്രഹത്തിന് കുർബാന കൊടുക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാകുന്തുലിയുക്കർരിബാഹദമിന്ദൂനില്ല, അള്ളാനെ കൂടാതെ ഒരാൾക്കും ഞാൻ കുർബാന നടത്തൂല എന്ന്. അയാളെ പിടിച്ച് അവര് കൊല്ലും ചെയ്തു. ഇതാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈച്ച കാരണം ഒരാള് സ്വർഗത്തിലും പോയി, ഈച്ച കാരണം മറ്റേയാള് നരകത്തിലും പോയി എന്ന്. ഇത് പറഞ്ഞു വരുന്നത്, സംഗതി ഈച്ചയാണെങ്കിലും ഇവിടെ നോക്കുന്നത് നിയ്യത്താണ്. ഒരാളുടെ നിയ്യത്ത് ഈച്ചയെ കൊന്ന് വിഗ്രഹത്തിന് കുർബാന കൊടുക്കലാണ്, മറ്റാൾ അതിൽ നിന്ന് വിസമ്മതിക്കുകയും ചെയ്ത്. പ്രവർത്തനത്തിലേക്കല്ല നോക്കുന്നത്, നിയ്യത്താണ് മർമ്മം എന്നാണ് ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ മതസൗഹാർദ്ദം, മതേതരത്വം, അല്ലെ, സർവമത സ്നേഹം, സർവമത സത്യവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്തരം മറ്റു വിഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന വിഗ്രഹാരാധനയുടെ കണികയുണ്ടായാൽ മതി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം നഷ്ടപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ബാങ്കിൽ, നമ്മുടെ ഖുതുബയിൽ, നമ്മുടെ സകല പ്രവർത്തനത്തിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള മെസ്സേജ് ആണുള്ളത്. നമ്മൾ അത്തയ്യാത്തിൽ വിരൽ ഉയർത്തുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാ, ഒരുവൻ ആ ഇല്ലല്ലാ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി.
നമ്മുടെ റാത്തീബിലെ ദിക്റുകള് ഇല്ലല്ലാഹു ഇല്ലല്ലാ, ഹൂ ഹൂ, ഇതൊക്കെ അള്ളാഹു ഒരുവനാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ആ തൗഹീദ് പൊളിയുന്നത് ശ്രദ്ധിക്കണം. അത് ഈച്ചയെ കൊണ്ടായാലും ശരി എന്നാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഈ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സംഭവം പറയുന്നുണ്ട്. വഫാത്താകുന്ന സമയത്ത് റൂമിന്റെ 4 വാതിലുകളുണ്ട്, ജനലുകളും വാതിലുകളും ഉൾപ്പെടെ 4 ഡോറുകൾ റൂമിനുണ്ട്. ഭാര്യയെ വിളിച്ചിട്ട് പറയാണ്, ഇഫ്തഹി ഹാദിഹിൽ അബ്വാബ് ഫഇന്നലിൽ യൗമ സുവ്വാറ, എടി നീ വാതിലുകളൊക്കെ തുറന്നു വെക്ക്, ഇന്ന് ചില സന്ദർശകർ ഇവിടെ വരാനുണ്ട്. മാത്രമല്ല നമ്മുടെ ആ കസ്തൂരി കുപ്പി എടുത്തിട്ട് വാതിലുകളിലൂടെ ഒക്കെ നീ ഒന്ന് പുരട്ടിക്കൊടുക്ക്, കാരണം അവര് സന്തോഷത്തോടെ കയറി വരട്ടെ, എന്നിട്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന് ഭാര്യയോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. ഭാര്യ പുറത്തു പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം നല്ല പുഞ്ചിരിയോടെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ എത്ര വലിയ ആളുകള്! അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ ദൂതര് വരുന്നത് അവര് ശരിക്ക് കാണുകയാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ കാണാൻ കഴിയോ? നമുക്കത് മനസ്സിലാക്കാൻ കഴിയോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നല്ലോണം ആലോചിക്കണം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ അജിത് പവാർ അല്ലേ? അദ്ദേഹം തോൽവി എന്താണ് എന്ന് അറിയാത്ത ആളാണ് എന്ന് 40 കൊല്ലം നിയമസഭയിൽ കഴിഞ്ഞ അദ്ദേഹം തോൽവി എന്താണ് എന്ന് അറിയാതെ അദ്ദേഹം ജീവിച്ച ആളാണ്. പക്ഷെ മരണത്തിന്റെ മുമ്പിൽ അദ്ദേഹം തോറ്റുകൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനായ ശരത് പവാറൊക്കെ വയസ്സായി അങ്ങ് എത്തിയിരിക്കുകയാണ്. ആ കണക്ക് നോക്കുകയാണെങ്കിൽ 10-25 കൊല്ലം ഇനിയും ജീവിക്കാം. പക്ഷെ വിധിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ടി വന്ന്, ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റില്ലെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് മരണം, എപ്പോഴാണ് ഇത് വരിക എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അറിയൂല. അതുകൊണ്ട് നമ്മൾ കരുതലോടെ ജീവിക്കുക. അള്ളാഹു തആല നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയാനും ആരാധിക്കാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളി, മദ്രസ, ദർസ്, ഹിഫ്ള്, നമ്മുടെ ദീനി പ്രവർത്തനങ്ങൾ, അതിലേക്കൊക്കെ സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവർക്കും അള്ളാഹു മുന്തിയ ജസാ നൽകുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ദർസിനെയും അതുപോലെ നമ്മുടെ മുത്തഅല്ലിമീങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്ന കൊക്കാക്കടവിലുള്ള ബി ഫാത്തിമ എന്നൊരു ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു തആല അവരുടെ പരലോക ജീവിതം ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.